ഈ യുദ്ധം ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു മേഖലയാണ് നമ്മുടെ സാമ്പത്തിക മേഖല. രൂപേന്റെ മൂല്യം ദിനം പ്രതി ഇടിഞ്ഞ് ഇപ്പോൾ 95 രൂപ ലെവലിലേക്ക് എത്തി. ക്രൂഡ് ഓയിലിന്റെ വിലയോ കഴിഞ്ഞ മാസം ഈ സമയത്ത് ബാരലിൽ $73 ഉണ്ടായിരുന്നത് ഇന്ന് $106 ക്രോസ് ചെയ്തു പോയി. ഈ ക്രൂഡ് ഓയിലിന്റെ വില കൂടിയത് കൊണ്ട് എന്തുണ്ടായി? ഇന്ത്യ കഴിഞ്ഞ മാസം കൊടുത്ത ഡോളറിനേക്കാൾ കൂടുതൽ ഡോളർ കൊടുത്ത് ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യേണ്ട അവസ്ഥയിലെത്തി. റിസർവ് മണിയായിട്ടുള്ള ഈ ഡോളർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ റുപ്പി ഇങ്ങനെ വീക്കായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ വീക്കായുള്ള പ്രശ്നം എന്താണ്? നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടും. ആ വില കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? ഇൻഫ്ലേഷൻ കൂടും, പണപ്പെരുപ്പം കൂടും, സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നേരെ മറിച്ച് നമുക്ക് കിട്ടുന്ന വരുമാനത്തിലോ അല്ലെങ്കിൽ സാലറിയിലോ ഒന്നും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. മുമ്പ് കഴിഞ്ഞ മാസം 500 രൂപയ്ക്ക് മേടിച്ചിരുന്ന സാധനം ഈ മാസം 600 രൂപയ്ക്ക് വാങ്ങേണ്ടി വരും. പക്ഷെ കഴിഞ്ഞ മാസം 10,000 കിട്ടിയവന് ഈ മാസം 10,000 തന്നെ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ട്. പിന്നെ നമ്മുടെ രൂപ ഇങ്ങനെ വീഴാൻ മറ്റൊരു കാരണം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു മാസം കൊണ്ട് 40 ലക്ഷം കോടി രൂപയാണ് ഇൻവെസ്റ്റേഴ്സിന് വൈപ്പ് ഔട്ടായി പോയത്. ഒരു മാസം കൊണ്ട് നിഫ്റ്റി വീണത് 9%. ഇതിന് തിരിച്ചു കയറാൻ എത്ര കാലം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ഈ സമയത്ത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വിറ്റത് 1,24,244 കോടി രൂപയാണ്. ഇവിടേക്ക് ഇൻവെസ്റ്റേഴ്സ് വന്നാലുള്ളൂ നമ്മുടെ രൂപ സ്ട്രോങ് ആവുള്ളൂ. ഇവിടുന്ന് ഇൻവെസ്റ്റേഴ്സ് തിരിച്ചു പോവുകയാണ്. അപ്പം എന്തുണ്ടായി? രൂപേന്റെ മൂല്യം പിന്നെ ഇടി.